ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്ക കുമ്പിളപ്പമാണ്. അതിനാവശ്യമായ പഴുത്ത ചക്ക അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ട്. 2.5 കപ്പ് വറുത്ത അപ്പത്തിൻ്റെ പൊടി, 1 തേങ്ങ തിരുകിയത്, 3/4 കപ്പ് റവ, 2.5 ടീസ്പൂൺ ഏലക്ക ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1.5 കപ്പ് ശർക്കരപ്പാനി നേരത്തെ ഞാൻ ഉരുക്കി അരിച്ച് പൊടി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ചേർത്ത് കുഴച്ചതിന് ശേഷം കൂടുതൽ മധുരം നമുക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ ശർക്കരപ്പാനി ഇരിക്കുന്നതിൽ നിന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചക്ക അരച്ച് വെച്ചതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ച അപ്പത്തിൻ്റെ അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചേക്കുന്ന റവ കൂടി ചേർത്ത് ഇളക്കാം. ഇതിൽ 1 തേങ്ങ ചിരണ്ടിയത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തയ്യാറാക്കി വെച്ച ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2.5 ടീസ്പൂൺ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതും, ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാണ്. അതിനുള്ള വായനയില കോട്ടി വെച്ചിട്ടുണ്ട്. കുമ്പിളപ്പം തയ്യാറാക്കുന്നതിനുള്ള സ്റ്റീമറിൽ വെള്ളമൊഴിച്ച് സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. സ്റ്റീമറിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ കുമ്പിളും ഇറക്കി വയ്ക്കാം. അടപ്പടച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഏകദേശം 20 മിനിറ്റ് സമയം ആവശ്യമാണ്. കുമ്പിളപ്പം റെഡിയായിരിക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റിയായ കുമ്പിളപ്പമാണിത്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.